ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലൈവിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന ഒരു വൃത്തികെട്ട ഗെയിമിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഇതൊരു പ്രൊമോയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം നടക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെന്ന് വെച്ചാൽ ഇനി കൂടുതൽ നിങ്ങളെ ആകാംക്ഷയുടെ മുൾമുനയിലൊന്നും കൊണ്ടെത്തിക്കുന്നില്ല. അതായത് ഇന്നലെ അനുമോൾ ഒരു ക്യാരറ്റ് എടുത്തതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര ഭൂകമ്പം ഉണ്ടായി. പലരും പല രീതിയിൽ ചർച്ച ചെയ്തു അതിനെ. അതുപോലെ തന്നെ അനുമോൾക്ക് വിശന്നിട്ട് അനുമോൾ വന്ന് ചോദിക്കുകയാണ്, കുറച്ച് ചോറ് എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നു. പെർമിഷനോട് കൂടി തന്നെ അനുമോൾ കുറച്ച് ചോറ് എടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ചോറ് മാത്രമായിട്ട് പച്ചച്ചോറ് മാത്രമായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാരത്തി അതിൽ ഇച്ചിരി കറി ഒഴിച്ചു. എൻ്റെ പൊന്നെ, ആ കറി ഒഴിച്ചതിന് ശേഷം അവിടെ നടന്നത് എന്താണ്? ഒരു ഭയങ്കരമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. ആര്യനൊക്കെ അടങ്ങുന്ന ബാച്ചാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അനുമോള് പിന്നീട് അവസാനം കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോള് കരയാതിരുന്ന സമയത്ത് എന്താ കരയുന്നില്ലേ എന്ന് ചോദിച്ചായിരുന്നു. അതായത് ക്യാരറ്റിന്റെ പ്രശ്നം വന്നപ്പോൾ ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ ചൊല്ലിയിട്ട് അവിടെ വഴക്കുണ്ടായപ്പോൾ അനുമോൾ ഇരുന്ന് ചിരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് കഴിച്ച സമയത്തിന് അവിടെ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അനുമോള് ചിരിച്ചില്ല, കരഞ്ഞു. ഇപ്പൊ എന്താ കരയുന്നത്, ഇപ്പൊ എന്താ ചിരിക്കാത്ത, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ബുള്ളിങ്ങാണ് അവിടെ നടന്നത്. അതിനൊക്കെ ശേഷം ദേ ഇപ്പോൾ നമ്മുടെ നെവിനൊക്കെ അതിനെ പറ്റിയിട്ട് പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച ആളുകളാണ്. ആ നെവിൻ ഇപ്പൊ കാണിച്ചത് ശുദ്ധ തന്തയില്ലാത്ത തരം എന്നേ ഞാൻ പറയുള്ളൂ. അതിനെ ഇനി എന്നെ ആര് എന്ത് പറഞ്ഞാലും അതിലപ്പുറം പറയാനുള്ള ഒരു വാക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് വീട്ടിനുള്ളിലാണെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ റേഷൻ ആണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഫുഡ് ഒരാൾ കാരണം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അതായത് നമ്മൾ പണിപ്പുരയിൽ കയറി സാധനം എടുക്കുന്ന ആ ഒരു ടാസ്ക് ഇല്ലേ, ആ ഒരു സമയത്താണ് നെവിൻ പണിപ്പുരയിൽ കയറിയിട്ട് ഒരു വിധത്തിൽ ഇറങ്ങുന്നില്ല. ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ള ഫുഡ് അവിടെ നിന്നാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു പുള്ളി കയറിയിട്ട് ഇറങ്ങുന്നില്ല. ആ ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങേണ്ട ടൈം കഴിഞ്ഞിട്ടൊന്നും പുള്ളിക്കാരൻ ഇറങ്ങുന്നില്ല. അതിനുള്ളിൽ തന്നെ ഇങ്ങനെ പെറ്റിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു അവൻ പണിപ്പുരയ്ക്കുള്ളിൽ കയറിയതിന് ശേഷം അവൻ അവിടെ കുടുങ്ങിപ്പോയതാണോ എന്തോ അറിയാൻ പറ്റുന്നില്ല. അതേ ഇനി പോയ വഴിയിൽ അവൻ അവിടെ വെച്ച് ഡെലിവറി പെയിൻ അങ്ങനെ ഉണ്ടായി അവൻ ഇനി പ്രസവിച്ച് കിടക്കുകയാണോ എന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എത്ര പേർക്കുള്ള ഭക്ഷണം, ആ ഒരു വീട്ടിലുള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഈ ഒരു പരനാറി കാരണം നഷ്ടപ്പെട്ടത്. അതിൻ്റെ പേരിൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിലുള്ള ആളുകൾക്കൊന്നും പറയാനില്ലേ? അതാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. എന്തായാലും പിന്നീട് അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് അപ്പോഴായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. വീഡിയോകളൊക്കെ വരാനായിട്ട് കുറച്ച് ലൈവൊക്കെ വരാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, എനിക്കറിയാം. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലികളുണ്ട്. അതുപോലെ തന്നെ മറ്റ് 6ഓളം ചാനലുകളുണ്ട്. അപ്പോൾ എല്ലാ ചാനലിലും വീഡിയോ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനായിട്ട് ടൈം എടുക്കുന്നത്. വേറെയും ചാനലുകളിൽ ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ ലൈവിൻ്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. സോറി, പറഞ്ഞു വന്നപ്പോൾ തിരിഞ്ഞുപോയി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും